അവസരം കിട്ടുമ്പോ സ്വത്ത് മുഴുവനും നമുക്ക് വന്നു ചേരാൻ ഡോക്യുമെന്റ്സ് മാറ്റി എഴുതാൻ പ്ലാൻ ചെയ്തിരിക്കുക. കൊള്ളാലോടി, നിന്റെ മനസ്സിൽ അത്ര വലിയ ഐഡിയ ഉണ്ടോ? കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. കണ്ടുടനെ മനസ്സിലാക്കാൻ ഞങ്ങൾ കത്തിയോ തോക്കൊന്നും അല്ലല്ലോ, മനുഷ്യരാണ് മോം. അത് ശരിയാ, ഉള്ളിലൊന്നും പുറത്തു വേറൊന്നും കാണിക്കുന്നത് മനുഷ്യരുടെ സ്വഭാവം തന്നെയാ. ചുരുക്കത്തിൽ സ്വത്തുമൊത്തം നിങ്ങൾ സ്വന്തമാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. അതിനുശേഷം ഭാസ്കറിന്റെയും ഭാവനയുടെയും ഭാവി എന്തായി തീരുമോ എന്തോ. എന്താകാനാ, അഭിയേട്ടന്റെയും വസുവേട്ടത്തിയുടെയും അതേ അവസ്ഥ. ഭാസ്കരേട്ടനും ഭാവനയേട്ടത്തെയും തെരുവിലിറങ്ങേണ്ടി വരും. അപ്പോ നിന്റെ അമ്മായി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അഭിയേട്ടനും വസുവേട്ടത്തിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കാമായിട്ടല്ലേ ഇരുന്നത്. ഭാസ്കരേട്ടനും ഭാവനയേട്ടത്തെയും ഇറങ്ങിപ്പോയാലും അമ്മ മിണ്ടാതെ തന്നെ ഇരിക്കും. അഭി അവരുടെ വളർത്തു മകനാ, പക്ഷെ ഭാസ്കർ സ്വന്തം മകനല്ലേ. സ്വത്ത് ഏത് മകന്റെ കൈവശമായിരിക്കോ അവിടെ തന്നെയായിരിക്കും അമ്മയുണ്ടാവുക. നിന്റെ അമ്മായി പണത്തിന് കൊതിയുള്ളവരാണോ? അല്ല, അമ്മ കഷ്ടപ്പെടാൻ പാടില്ലെന്നാണ് അഭിയേട്ടന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അമ്മയെ അവർ കൂട്ടിക്കൊണ്ട് പോകാത്തത്. നാളെ ഒരു ദിവസം ഭാസ്കരേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും അമ്മ അഖിലിനോടൊപ്പം നിൽക്കാനേ പറയൂ. അപ്പോ ആ സുമംഗലിയുടെ അവസ്ഥ എന്താ? അവര് സാമ്പാറിൽ വെറും കറിവേപ്പില. അവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അവളെ അത്ര ലഘുവായിട്ട് കാണരുത് ബേബി. വെരി വെരി ഡേഞ്ചറസ്. സ്വന്തം വീടിന് തന്നെ തീ വെക്കുന്ന ഇനവാ. അവളെ കുറച്ച് സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. അതിനുള്ള സമയമാകുമ്പോ ഞങ്ങൾ അത് തന്നെ ചെയ്യാൻ പോകുന്ന മോം. സുമംഗലി ആന്റിയെ എങ്ങനെ എപ്പോ അവോയ്ഡ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് മുഴുവനും എന്റെ സ്വഭാവ കിട്ടിയത് ബേബി. ഭാഗ്യം നിന്റെ ഡാഡിയുടെ ഗുണം കിട്ടിയില്ല. ഞാൻ നിന്റെ ഡാഡിയെ സാരിത്തുമ്പി കെട്ടിവെച്ചതുപോലെ നീയും അഖിലിനെ സാരിത്തുമ്പി കെട്ടിവെച്ചോളൂ. മുഴുവൻ സ്വത്തും നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞ് അഖിലിനെ ഞാൻ എന്റെ സാരിത്തുമ്പിൽ കെട്ടിയിടും. ഞാൻ എന്തു പറയുന്നോ അതുപോലെ അവൻ ചെയ്യും. അല്ല, അതെല്ലാം ശരിയാണ് മോം. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ക്ലബിലേക്ക് ബേബി. നേരത്തെ ചെയ്ത പ്ലാൻ അല്ലേ? ചെറിയ ചേഞ്ച് മോം. ക്ലബിൽ പിന്നീട് പോകാം. ക്ലബിൽ എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ബേബി. എന്നെ കാണാൻ വേണ്ടിയും ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് മോം. ആദ്യം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആരാ? എവിടെയാ പോകേണ്ടത്? മോം കാണാൻ പോവല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടൈം എന്തായി? 8:55 സർ. വർക്കേഴ്സ് എല്ലാവരും വന്നായിരുന്നോ? ഒരുവിധമുള്ള എല്ലാവരും വന്നിട്ടുണ്ട് സർ. ഇതുവരെ വന്നിട്ടില്ല അഖിൽ. ഇനി ആര് വന്നാലും ഇല്ലെങ്കിലും ശരി, ഷാർപ്പ് 9 o'clock തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ സെക്യൂരിറ്റിയോട് പറയൂ. ശരി സർ. രവി, പുതുതായി ജോലിക്ക് വന്ന ആളെവിടെ? അഭിയേട്ടൻ നീ പൊക്കോ പുറകെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇതുവരെ എന്താ എത്താത്തെന്ന് എനിക്കറിയില്ല. ഇനി 2 minutes കൂടി ബാക്കിയുണ്ട്. അഭിയേട്ടാ, ചേട്ടൻ എവിടെയത്? സമയമായി, പെട്ടെന്ന് വാ. സമയം പോയിക്കൊണ്ടിരിക്കുക രവി. 9 മണിക്കകത്ത് എല്ലാവരും ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണമെന്ന് ഇന്നലെ അവർ പറഞ്ഞതല്ലേ. പിന്നെ എന്താ അയാൾ താമസിക്കുന്നേ? ലേറ്റായിട്ട് വന്നാൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി 30 seconds കൂടിയുണ്ട്. ഷാർപ്പ് 9 മണിക്ക് തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യണം. അതിനുശേഷം ആര് വന്ന് ബഹളം വെച്ചാലും ശരി, ഗേറ്റ് തുറക്കാൻ പറ്റില്ല.
5 നിമിഷം കൂടി കഴിയുന്നെങ്കിൽ കഴിയട്ടാ. എന്തിനാ വെറുതെ പ്രശ്നം? അതൊന്നും ഏട്ടൻ അറിയില്ല. ഏട്ടൻ കാമായിട്ടിരിക്കും. എന്തെന്നായാലും അഭിനിക്ക് അനിയനും നിനക്ക് ചേട്ടനുമാണ്. സ്വത്തെല്ലാം നമുക്ക് തരികയും ചെയ്തു. പിന്നെന്തിനാ അവനോട് വെറുതെ ദേഷ്യം കാണിക്കുന്നേ? ഏട്ടൻ അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു തവണ കൂടി അറിയില്ലെന്ന് പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ടേൺ. Nine. 8. 7. 6. 5. 4. 3. 2. 1. Gate close. ഹാ, അബി. ആ എല്ലാവരും വന്നു കഴിഞ്ഞു സാർ. ഗേറ്റ് അടയ്ക്കുക മാത്രമല്ല, വേണമെങ്കിൽ പൂട്ടിക്കോളൂ സാർ. എല്ലാവരും വന്നേ, നമുക്ക് ജോലി ആരംഭിക്കാം. താൻ ഇവിടെ നിൽക്ക്. മറ്റുള്ളവരൊക്കെ പൊക്കോ. അയാളോട് എന്താ സാറിന് സംസാരിക്കാനുള്ളത്? സാരമില്ല, ഞാൻ സംസാരിച്ചിട്ട് വരാം. നിങ്ങൾ പോയിക്കോളൂ. ശരി, വരവി. പറയക്കൽ. ആ എന്താന്ന്? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയക്കൽ. ഹൗ ഡെയർ യു? ആഫ്റ്റർ ഓൾ ഒരു വർക്കറായി നീ ബോസിനോട് ബഹുമാനമില്ലാതെയാണോ സംസാരിക്കുന്നത്? കോൾ മീ സർ. ഡാഗ്ലേ, എന്താ? പറഞ്ഞോളൂ സർ. താൻ എന്തിനാ ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നേ? ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യണമെന്ന് ഏട്ടന് നിർബന്ധമാണോ? നിർബന്ധമാണ് വസുന്ധരെ. വേറെ ഏത് ഫാക്ടറിയിൽ വർക്ക് ചെയ്താലും ശമ്പളം കിട്ടുമല്ലോ ഏട്ടാ. ആ, കാശിന് വേണ്ടിയല്ല വസുന്ധരെ, ഏട്ടനും അഖിലിനും വേണ്ടിയാണ്. അവർക്ക് ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ പുതിയതാ. അതുകൊണ്ട് അവരാരെങ്കിലും പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഫാക്ടറി അടച്ചുപൂണി നഷ്ടം സംഭവിച്ചേക്കാം. ആ സമയത്ത് ഞാനവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നഷ്ടവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളൂ. ഏട്ടന് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരെ പിന്നെ ഏട്ടൻ മാറ്റി നിർത്തിയത് അവരാണ് വസുന്ധര, ഞാനല്ല. അച്ഛനാണെങ്കിൽ ഇവിടെയില്ല. ഞാനും കൂടെ ഇനി അവരെ വിട്ട് പോയി കഴിഞ്ഞാൽ ഏട്ടനും അഖിലും ഒരുപാട് ബുദ്ധിമുട്ടും. അമ്മ വിഷമിക്കുകയും ചെയ്യും. കാർത്തികയും ഭാവനേട്ടത്തി ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യും. അവരെല്ലാവരും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ഞാൻ ആ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാവണം. തന്നോടാ മിസ്റ്റർ ഞാൻ ഈ ചോദിക്കുന്നത്.
ഈ സിറ്റിയിലെ എത്രയോ ഫാക്ടറി ഉള്ളപ്പോ എന്റെ ഫാക്ടറി തന്നെ ജോലി ചെയ്യണമെന്ന് തനിക്കെന്താ നിർബന്ധമാ? വേറെ എവിടെയും ജോലി കിട്ടിയില്ലേ? തീർച്ചയായും ജോലി കിട്ടും സാർ. പക്ഷേ സാറന്മാർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഫാക്ടറിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. 2 നല്ല മനുഷ്യർ എനിക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തു. എനിക്ക് കിട്ടിയൊരു ജോലി ഞാൻ കളയുകയാണെങ്കിൽ അവരെനിക്ക് വേണ്ടി ചെയ്ത ഈ സഹായത്തിനൊരു അർത്ഥമില്ലാതെ പോകും. അതാണോ അതോ ഇനി ഏട്ടനാണെന്നോ അനിയനാണെന്നോ ഒക്കെ പറഞ്ഞ് സിമ്പതി പറ്റി എന്തെങ്കിലും നേടാന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടോ? ഡാഗിൽ ഞാൻ സംസാരിക്കുന്ന കണ്ടില്ലേ? എന്തിനാ ഇടയ്ക്ക് കയറുന്നേ? ഞാൻ സെന്റിമെന്റ്സിലും സിമ്പതിയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെയുള്ള ഭാര്യയും മക്കളെയും നോക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെതാണ്. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത്. ഞാൻ ആരായിരുന്നു എന്നുള്ളത് ഇവിടെ ആരോടും തന്നെ പറയില്ല. ഇവിടെയുള്ള മറ്റു വർക്കേഴ്സ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും ഞാനും. ഇനിയും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫാക്ടറിയിലെ ഒരു മെഷീൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഞാനും. അതിനപ്പുറമായി വേറെ തരത്തിലുള്ള ഒരു റിലേഷനും ഉണ്ടാവില്ല സാർ. താൻ എന്തു പറഞ്ഞാലും ശരി, തന്റെ മേലെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇവിടെ ജോലി ചെയ്തോണം. എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയ അടുത്ത നിമിഷം തന്നെ താൻ ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തായിരിക്കും. നൗ യു ക്യാൻ ഗോ. താങ്ക് യു സാർ. ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. തെറ്റുകൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡാഗിൽ എടാ, ഇത് കുറച്ച് കൂടുതലാണ്. ആബി പാവോടാ, എന്തിനാ വെറുതെ അവമാനിക്കുന്നേ? എന്താ കുഴപ്പം? ഇത്രയും നാൾ അവൻ കാരണം നമ്മൾ അപമാനിക്കപ്പെട്ടില്ലേ? അമ്മയുടെ അച്ഛന്റെ വായിന്ന് നമ്മൾ എത്ര വഴക്ക് കേട്ടിരിക്കുന്നു. എത്ര തവണ അയാൾ നമ്മളെ വഴക്ക് പറഞ്ഞു. അതല്ല ഏട്ടൻ മറന്നുപോയോ? ആബി നമുക്ക് സ്വത്ത് തന്നിട്ടുണ്ട്, അത് നീ മറക്കരുത്. തന്ന കാല് കഴുകി തലയിൽ വലിയ കിരീടവും വെച്ച് ചെയർമാന്റെ കസേര പിടിച്ചിരുത്തണമായിരിക്കും. നീ അബിയെ ബഹുമാനിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വെറുതെ അവമാനിക്കല്ലേ. അതൊന്നും ഏട്ടന് അറിയില്ല. അത് വീണ്ടും വീണ്ടും പറയാടാ. ഇതേ വാക്കുകള് പലതവണ അവൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അബി പറയുന്ന വേറെ, നീ പറയുന്ന വേറെ. ഞാൻ നിന്റെ ചേട്ടനാണ്. നിങ്ങളൊരു സെന്റിമെന്റൽ ഫൂളാ. ചേച്ചി, നിങ്ങളൊന്നും വിചാരിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. എനിക്കെന്തോ നിങ്ങള് കാശില്ലാത്തവരാണെന്ന് തോന്നുന്നതേ ഇല്ല. ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വന്നവരെ പോലെയാ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നേ. നിനക്കെന്താ അങ്ങനെ തോന്നുന്നേ? ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, നിങ്ങളുടെ കുട്ടികൾ വളരെ ഡീസന്റ് ആണ്. നല്ല അന്തസ്സുള്ളവരാണ്. നിങ്ങളുടെ സംസാര രീതി, നടത്തം, മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം എല്ലാം വലിയ വീട്ടിലെ ആൾക്കാരെ പോലെയാ. എന്താ നിങ്ങൾ ഡീസന്റ് അല്ലേ? നിങ്ങൾക്കും സെൽഫ് റെസ്പെക്ട് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ വേറെ, നിങ്ങൾ വേറെ ചേച്ചി. നമുക്ക് രണ്ടുപേർക്കും ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെയൊന്നുമില്ല പത്മ, നമ്മളൊക്കെ ഒന്നാ. ഒരുപാട് അങ്ങ് ചിന്തിക്കണ്ട. നമസ്കാരം മാഡം, വരൂ. പത്മ, വസു, കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ വരൂ. ആ ചേച്ചി, ഞാൻ പോയിട്ട് വരാം. നമസ്കാരം മാഡം, വന്നാട്ടെ. എന്താ വേണ്ടത്? നിങ്ങളുടെ മാഡം ഇപ്പോ പത്മ വസു എന്ന് വിളിച്ചില്ലായിരുന്നോ? വസു എടുത്തിയോ? മാഡത്തിന് അവരെ അറിയോ? അവളെ ഒന്ന് വിളിക്കോ ചേച്ചി?
ചിലർക്ക് എന്താണോ ആവശ്യം അത് അവർക്ക് മാത്രമേ നന്നായിട്ട് അറിയൂ. ചിലരെ പറ്റി ചിലർക്ക് മാത്രമേ നന്നായിട്ട് ആലോചിക്കാൻ പറ്റൂ. ഒരാൾക്ക് വേണ്ടി ചിലർക്ക് മാത്രമേ എന്തു വന്നാലും ഏത് വിധത്തിലുള്ള ത്യാഗം ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയുള്ളവരെ കിട്ടുന്നത് അപൂർവ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാഡം. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ വസു കാണിച്ചു തരും. ഇവളെ നിങ്ങൾക്ക് നേരത്തെ അറിയാവോ? അവളുടെ മുഖം കാണുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. വസു, അവർക്ക് എന്താ വേണ്ടതെന്ന് കാണിച്ചു കൊടുക്കൂ. പത്മ, നീ അവർക്ക് കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് എടുക്കൂ. ശരി മാഡം. ഹലോ, ആ പറയൂ. എന്താ വേണ്ടത് മാഡം? എന്താ മാഡം എന്നൊക്കെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിക്ക്. അമ്മേ, നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നു, എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. ഇതിനെല്ലാം കാരണം ഞാൻ കാരണോ നീയും അബിയും ഇത്രയും കഷ്ടപ്പെടുന്നത്. അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഇത് ഞങ്ങൾ ആഗ്രഹിച്ച ജീവിതം. ഇങ്ങനെ ഒരു ജീവിതം ആരാ ആഗ്രഹിക്കുന്നത്? ഉണ്ടായിരുന്ന സ്വത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഇഷ്ടമുള്ള ജോലിയൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലമ്മേ. ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നേ. ഏട്ടൻ സ്വത്തൊന്നും അന്യർക്കൊന്നും അല്ലല്ലോ കൊടുത്തേ. സ്വന്തം അനിയന്മാർക്ക് ഇഷ്ടത്തോടെ അല്ലേ കൊടുത്തേ. പക്ഷേ നിങ്ങളെ അവർ ബന്ധുക്കളായി കരുതുന്നതേ ഇല്ലല്ലോ വസു. ശത്രുവിനെ പോലെയാ കാണുന്നത്. ആ ദുഷ്ടന്മാരങ്ങനെയാ, നന്നാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാ നിങ്ങളുടെ സ്വത്തെല്ലാം ഉപേക്ഷിച്ചത്. അഭി കുട്ടിക്കാലം മുതലേ എന്റെ കൂടെ വളർന്നവനാ. ഭാസ്കറിനോടും അഖിലിനോടും അവൻ ഒരുപാട് സ്നേഹമാ. അതുകൊണ്ടാ സ്വത്ത് കൊടുത്തത്. നീ പുറത്തുനിന്ന് വന്ന പെൺകുട്ടിയാ. സ്വത്ത് വെറുതെ കൊടുക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ചില്ലേ മോളെ? ഏട്ടനേക്കാളും വലിയൊരു സ്വത്ത് എനിക്ക് വേറെ എന്താ വേണ്ടതമ്മേ? ഏട്ടനെ അമ്മ നല്ല രീതിയിലാ വളർത്തിയിരിക്കുന്നത്.